വിമൻ ആർ ഫ്രം വീനസ് ജോൺ ഗ്രേയുടെ പുസ്തകമാണ്. 2 ഗ്രഹത്തിൽ നിന്നുള്ളവരെ പോലെയാണ് സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറയുന്ന പുസ്തകമാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ടതുമാണ്. സ്ത്രീ പുരുഷ മാനസിക വ്യാപാരങ്ങൾ വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, അനുവാദമില്ലാതെ മനസ്സോ ശരീരമോ ആക്രമിക്കപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ ആ മുറിവ് സ്ത്രീയെ പിന്തുടരും. ഒന്ന് സോപ്പിട്ട് കുളിച്ചാൽ പോകുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മാത്രം കരുതരുത്. ആമുഖമായി ഇത് പറയാതെ വയ്യ. ഞാൻ ഒറ്റപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എന്നോട് ആളുകൾക്ക് സംസാരിക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മൾ ഫിലിമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ സംസാരിക്കാൻ, ബിക്കോസ് രേവതിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പായിരിക്കാം. പക്ഷെ എന്നാൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു എന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിച്ചതിന്റെ ബേസിസിൽ മാത്രം ഒറ്റപ്പെട്ട ഒരാളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിൽ ഇറങ്ങാം, ധൈര്യമായി നമുക്ക് ഇറങ്ങാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരു വലിയ മെന്റൽ ഹെൽത്തും അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി അതൊന്നും ഇപ്പം സമയമില്ല എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത്. കാര്യം സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്, തിരിച്ച് ബാക്ക് ടു ട്രാക്കാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല നല്ല മൂവീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടെങ്കിൽ ഐ എം ഷുവർ സംതിങ് മസ്റ്റ് ബി സീരിയസ്. അത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ സംസാരിക്കണ്ടെങ്കിൽ അപ്പോൾ അവർ എവിടെയോ ഇമോഷണൽ ആയിട്ട് അത് ബാധിച്ചിട്ടുണ്ടാവും. നമസ്കാരം അമേരിക്ക. മലയാള സിനിമാ വ്യവസായത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുടം തുറന്നുവിട്ട ഭൂതം പോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പരക്കുകയാണ്. റിപ്പോർട്ടിൽ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ 360 ഡിഗ്രിയിൽ ചർച്ച ചെയ്യപ്പെടണം. അത് ശാരീരിക ചൂഷണം എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങരുത്. മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെ വൃത്തിയും സുരക്ഷയുമുള്ള ശൗചാലയമില്ലാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഹാരം വേണം. അതെ, ചർച്ചകളുടെ ബാഹുല്യമല്ല, പരിഹാരം തന്നെ വേണം. എന്റെ തൊഴിൽ മേഖലയിൽ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ ഭർത്താവിനെയോ കൂട്ടിയെത്തുന്നത് ആലോചിക്കാനാവില്ല. ഒരു കിൻഡർ ഗാർട്ടൻ കുട്ടി പോലും അച്ഛനമ്മമാരില്ലാതെ ക്ലാസ്സിലേക്ക് പോകുന്ന ലോകത്താണെന്ന് ഓർക്കണം. തൊഴിലിടങ്ങളാണ് സുഹൃത്തുക്കളെ, അവിടെ സുരക്ഷയ്ക്കായി അകമ്പടി വേണമെന്നത് നാണക്കേടാണ്. ഇതൊക്കെ പറയുമ്പോഴും മേഖലയിലുള്ള നല്ല മനുഷ്യർക്ക് ഒരു സല്യൂട്ട് പറയുക തന്നെ വേണം. എനിക്ക് നേരിട്ട് പരിചയമുള്ള സിനിമാ പ്രവർത്തകരായ നിരവധി പുരുഷന്മാരുണ്ട്. വാക്കിലും നോക്കിലും ആശയവിനിമയത്തിലും തികച്ചും മാന്യത പുലർത്തുന്നവർ. അവർ സംശയ നിഴലിലാകരുത്. സിനിമാ കൊട്ടകകളിൽ മാത്രം കണ്ടുപരിചയമുള്ളവരെ കുറിച്ച് സാധാരണക്കാരായവർ ആശയക്കുഴപ്പത്തോടെ അവനാണോ ഇവനെന്ന ഊഹാപോഹങ്ങളിൽ പെടാനിടവരരുത്. സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്ന നടിമാരെ കാണുമ്പോൾ ഓ ഇങ്ങനെയാണല്ലേ നിങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയതെന്ന് പറയാനിടവരരുത്. നല്ലവരായ ഒരു കൂട്ടം പുരുഷന്മാർ മേഖലയിലുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഒപ്പം തന്നെ സ്ത്രീകൾക്കിടയിൽ തന്നെ അവസരങ്ങൾക്കായി ശരീരം തന്ത്രപൂർവ്വം ഉപയോഗിക്കുന്നവരുണ്ടെന്ന ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാമർശവും ചർച്ചയാകണം. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരും സംവിധാനത്തിലെ പുഴുക്കുത്തുകളിൽ പെടുന്നില്ലേ? അവരും മാറണ്ടേ? ഇനി പുരുഷന്മാരെന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടണം, പരിഹാരം കാണണം. എല്ലാത്തിനുമുപരി സ്ത്രീകളെ ബഹുമാനിക്കാൻ കുടുംബങ്ങളിൽ ആൺകുട്ടികളെ പരിശീലിപ്പിക്കുകയും വേണം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. വില്ലന്മാരുടെ വെള്ളിത്തിരയോ? ഇന്നത്തെ എന്റെ അതിഥികൾ SH കോളേജ് ഡീനും WCC ഫൗണ്ടിംഗ് മെമ്പറുമായ ആശ അച്ചി ജോസഫ്, നടനും എഴുത്തുകാരനുമായ തമ്പി ആന്റണി, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സിനിമാ നിർമ്മാതാവും നിക്ഷേപകനുമായ ടോം ജോർജ് കോലത്ത് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ്. ലേഡീസ് ഫസ്റ്റ് എന്നുള്ള നിയമം ഞാനിവിടെ ദുരുപയോഗം ചെയ്യുകയല്ല, ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ആശ മാമിലേക്കാണ്. ശ്രീമതി ആശ WCCയുടെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളാണ്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ അതൊരു 360 ഡിഗ്രിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. സംവിധാനത്തിൽ നിരവധി പുഴുക്കുത്തുകളുണ്ട്. അത് ഒരു ലൈംഗിക ചൂഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മയക്കുമരുന്ന് ഉപയോഗം, മദ്യം, ശൗചാലയം ഇല്ലായ്മ, വേർകൃത്യം, ഒപ്പം തന്നെ സ്ത്രീകളിൽ തന്നെ അവസരങ്ങൾക്കായി ശരീരം തന്ത്രപൂർവ്വം ദുരുപയോഗം ചെയ്യുന്നവരുണ്ടെന്ന ശ്രീലേഖ മിത്രയുടെ പരാമർശം. ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായ മാറ്റത്തിലേക്ക് മലയാള സിനിമാ വ്യവസായം വരണമെങ്കിൽ അത് മൊത്തത്തിലുള്ള മനോഭാവത്തിൽ തന്നെ ഒരു മാറ്റം വന്നെങ്കിലല്ലേ സാധ്യമാകൂ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും പരിഹാരം സാധ്യമാണോ? ഹലോ, ഹായ്, താങ്ക് യു. WCCയുടെ പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം ഉള്ളതാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ചതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ച് ഇല്ലാതെ
ചർച്ചകൾ കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഗവൺമെന്റ് ആദ്യ അതായത് WCC യിലെ സ്ത്രീകൾ CM-നെ പോയി കാണുകയും അദ്ദേഹം ഇത് മനസ്സിലാക്കി ഇടപെടാനായിട്ടുള്ള ആദ്യത്തെ ചുവട് വെക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഏകദേശം 4 വർഷം കടന്നു പോവുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ സിനിമ എവിടെ നിൽക്കുന്നു? അതായത് പല തരം പ്രൈവറ്റ് ആയിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ, വ്യവസായങ്ങൾ, ഇതിലൊക്കെ ഇടയ്ക്ക് എങ്ങനെയാണ് സ്ത്രീ ഒരു തൊഴിലിടത്തിൽ സ്ത്രീയുടെ ഒരു സ്പേസ് എന്താണ്, ഇതൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിൽ യഥാർത്ഥത്തിൽ ഇത് വളരെ ഒരു സങ്കീർണമായ കാര്യമായിട്ടാണ് പലരും കരുതുന്നത്. അത് ശരിയുമാണ്. ഒരു സിസ്റ്റമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരു സ്പേസ് ഉണ്ടാവുക, അതും ഇത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥലത്ത് സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുന്നത്, പലരും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് സമീപിക്കുന്നത് അതിനെ. അതായത് വളരെ കമേർഷ്യൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നടീനടന്മാരും മറ്റുള്ളവരും ഒക്കെ അതിനെ അങ്ങനെയാണ് കാണുന്നത്. അത് ശരിയുമാണ്. ഒരു തരത്തിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ സ്ത്രീകളുടെ തൊഴിലിടമാണോ സിനിമ എന്നൊരു ചോദ്യം പലപ്പോഴും സ്വാഭാവികമോ അല്ലാതെയോ ഒക്കെ വരാറുണ്ട്. അത് ഒരു നിക്ഷിപ്ത താല്പര്യം കൂടി ഉൾപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് പുരുഷന്മാര് വ്യവഹരിക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾ വളരെ ചുരുക്കമായി വന്നു പോകുന്ന ആവശ്യമേ ഉള്ളൂ എന്ന് കരുതുന്ന, അങ്ങനെ കരുതിക്കൊണ്ടിരുന്ന, വളരെ കാലമായി അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ തൊഴിലിടത്തിൽ അത്യാവശ്യം വേണ്ട സേവന വേതന വ്യവസ്ഥകൾ, അത് സ്ത്രീകൾക്കായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ, ഈ രണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കായിക്കോട്ടെ, ഇതൊന്നും അത്രയും കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ല എന്നുള്ളത് അത് പൊതുവായിട്ട് ഈ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതും ഇതിന്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ, അതായത് പല തരം ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകദേശം വലിയൊരു റിപ്പോർട്ടാണ്. അത് ഞങ്ങളിൽ പൊതുവെ ആൾക്കാരൊക്കെ ശ്രമിക്കുന്നെങ്കിലും അത്രയും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മളിത് വായിക്കുന്നത്. പക്ഷെ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. WCCയുടെ ഒരു ഇത്രയും കാലത്തെ പ്രവർത്തനം വളരെ ശ്രമകരമായിരുന്നെങ്കിലും വളരെ വേദനയോടെ പല കാര്യങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കേരളം നിൽക്കുന്നത് കുറച്ചുകൂടി സേഫർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാനും അവർക്ക് പറയാനും ഉള്ള ഒരു അവസരം, അതായത് ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അവർക്ക് അറിയാനുള്ള ഒരു അവസരം ജനങ്ങൾ അറിയുന്നതോടുകൂടി കുറച്ചുകൂടെ വൃത്തിയാകാൻ, ഈ പറയുന്ന തൊഴിലിടം കുറച്ചുകൂടി വൃത്തിയാകാനും കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആൻഡ് അക്കൗണ്ടബിൾ ആകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. കുറെ അധികം പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ വ്യത്യസ്തമായ അധികാര സ്ഥാനങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് പലരും പെടാപ്പാട് പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇത്തരം രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വലിയ പിന്നെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം.
എന്തായാലും സിനിമാ സെറ്റുകൾ തൊഴിലിടങ്ങളാണ്. അത് സ്ത്രീ സൗഹൃദമാകണമെന്ന് പറയുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് മനുഷ്യ സൗഹൃദമാകണം. സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും അവിടെ വരുന്ന ഓരോ മനുഷ്യനും ഒരു മനുഷ്യനെന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ നമ്മുടെ സിനിമാ സെറ്റുകൾ മാറാനിടയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. WCC അതിൻ്റെ എഫേർട്സ് അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എല്ലാവരും അതിനുള്ള സപ്പോർട്ട് ചെയ്യും എന്ന ഒരു പ്രതീക്ഷയാണ്. മൊത്തത്തിലൊരു മനോഭാവത്തിൽ മാറ്റമുണ്ടാകും എന്ന് കരുതുന്നു. ശ്രീ ടോം ജോർജ് കൊല്ലത്ത് ഒരു അഭിനേതാവാണ്, നിർമ്മാതാവാണ്, നാഷണൽ അവാർഡ് വിന്നറാണ്. പല സിനിമകളുടെയും ആൽബങ്ങളുടെയും ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്ലാക്ക് അടക്കം ഉള്ള ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു? താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയ്ക്ക് ഒരു ആശീർവാദമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കാനും പഠിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് ലുക്കിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വാർണിംഗ്. നമ്മൾ അത് പ്രഥമമായിട്ട് പ്രൈമറിലി അത് ഫോക്കസ് ചെയ്യുന്നത് സെക്ഷുവൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് സൈഡ് ലൈൻ ചെയ്തിട്ടുള്ള മറ്റുള്ള ടോപ്പിക്സ് ആണ് ഡ്രഗ്സ്, ആൽക്കഹോള്, അതുപോലെ മൂവി പൈറസി, സെൻസർഷിപ്പ്, ഇക്വാലിറ്റി. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ ശരിക്കും അതൊരു ശക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തെ ഒരു നല്ല ദിശയിലേക്ക് അത് നയിക്കും. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുകയും ബിഹൈൻഡ് ദ സ്ക്രീനിൽ അത് നല്ലൊരു റിപ്പോർട്ട് അല്ല, ഇത് മലയാള സിനിമയ്ക്ക് ഒരു ശാപമായിരിക്കും എന്നും പലരും പറയുന്നുണ്ട്. അത് അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിനിമാ വ്യവസായത്തെ കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സിനിമ, ഇപ്പൊ ഞാൻ പല സിനിമകൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ അണിയറകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, അകലെ എന്ന സിനിമ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഒരു സിനിമയായിരുന്നു. ഞങ്ങളുടെ അവിടെ മെയിൽ ആണോന്നോ ഫീമെയിൽ ആക്ട്രസ് ആണെന്നോ എന്നൊന്നുമില്ലായിരുന്നു. ഞങ്ങളൊരു ടീമായിട്ട്, ഇപ്പൊ മീരയുടെ ദുഃഖമുത്തുവിന്റെ സ്വപ്നം ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ രഞ്ജിത്ത് സാർ ചെയ്തതായ ബ്ലാക്ക്, അതിൽ ഞാനൊരു വേഷം ചെയ്തിരുന്നു. അതുപോലെ ഫിംഗർ പ്രിന്റ്, അതിനകത്തൊന്നും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് വെച്ചാൽ കുറച്ച് പഴക്കമുള്ള സിനിമകൾ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിവേസ് അത് ഇപ്പൊ പലർക്കും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് അത് വളരെ പാഷനാണ്. എന്നാൽ ചിലർ പറയും ശേഷം സ്ക്രീനിൽ എന്ന് പറഞ്ഞ് വേര് വിട്ട് പോലും സിനിമയെ സ്നേഹിച്ച് ഇറങ്ങി വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരിക്കലും ആണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. അവരുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള വേഷങ്ങൾ കൊടുത്ത് അവരെ മുഖ്യധാരയിൽ അഭ്രപാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു നേരത്തെ ശ്രീ ആശാജി പറഞ്ഞതുപോലെ വേതനത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു സിനിമാ നിർമ്മാതാവാണ്. ഞാനൊരു കലയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അതൊരു വ്യവസായം കൂടിയാണ്. അപ്പൊ അതുപോലെ ഈക്വൽ വേതനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ആക്ട്രസസിന്റെ, ഇപ്പൊ നമ്മൾ നടി എന്ന് പറയുന്നത് കേട്ടു, എനിക്ക് അതിനോട് പോലും യോജിപ്പില്ല. അഭിനേത്രി എന്ന് പറയുമ്പം അതിനകത്ത് കുറച്ചൊരു ആത്മാർത്ഥതയും അവരോടുള്ള റെസ്പെക്ട് കാണണം. ഉപനിഷത്തുക്കളിൽ കാണുന്നുണ്ട് നമ്മള് where women being respected God would please എന്ന പോലെ, അങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് അവരിലുള്ള കഴിവ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിക്കുന്നതിനോടൊപ്പം എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം WCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അത് തന്നെ അവരുടെ ഒരു വലിയ വിജയമായിട്ടാണ് നാം കാണുന്നത്. ഇതൊരു മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടെങ്കിൽ പോലും ഇത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. കാലക്രമേണ നമുക്ക് അതിൽ നിന്ന് നല്ല ചിന്തകളിലൂടെ കൺസ്ട്രക്റ്റീവായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് മലയാള സിനിമയെ കൊണ്ടുവരുവാൻ കഴിയുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ശരിയാണ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ
അത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, അത് പുറത്തുവിടാൻ കാണിച്ച ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മളെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ശ്രീമതി ശ്രീലേഖ മിത്ര, ബംഗാളി നടി, തന്നെ അത് പറയുകയുണ്ടായി. അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. ശ്രീ തമ്പി ആന്റണി, അങ്ങേക്ക് വളരെ വർഷങ്ങളായി സിനിമയിൽ പരിചയമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയ ഒരു സ്ത്രീ അവരുടെ സ്കില്ലാണ് സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനാണ് അവർക്ക് റെമ്യൂണറേഷൻ ലഭിക്കുന്നത്. ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിനയശേഷി, അവരുടെ കലാ നൈപുണ്യമാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ മറ്റു മേഖലകളിലൊന്നും ചെയ്യാത്ത രീതിയിൽ അവരുടെ അഭിനയശേഷിക്ക് പ്രതിഫലം എന്നതിലുപരിയായി അവരവരുടെ ശരീരം കൂടി കൊടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അവരുടെ ശരീരം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സും ആത്മാവും കൂടെയാണ് കീഴടങ്ങുന്നത് നമ്മൾ ഓർക്കണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് അവളുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ മറ്റൊരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് എത്രയോ വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയാകും, ഒരു ട്രോമയാകുമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പുരുഷന്മാർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവണത എന്തുകൊണ്ടാണ് വരുന്നത്? അതെന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു? എന്തുകൊണ്ട് അതിനൊരു അറുതി വരുന്നില്ല? ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിച്ചു, ഇങ്ങനെ എന്തൊക്കെ നടക്കും എന്നുള്ള അവയർനെസ്. പിന്നെ ഇത് ഒരു നമുക്ക് റീതിങ്ക് ചെയ്തിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്നുള്ള ഒരു, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നത്. അങ്ങനെ ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരു ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുന്നു, ബസ്സിൽ 2-3 പേരായിരിക്കും പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത്. പക്ഷെ ആ ബസ്സിലുള്ളവരെല്ലാവരും ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ തന്നെ എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള അനുശാസനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഒരു 10 സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ സിനിമ കൽക്കട്ട ന്യൂസ് ആണ് ഏറ്റവും കൂടുതൽ മലയാളത്തിലെ അന്നത്തെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മൂവിയായിരുന്നു. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പൊക്കം, സമരം, സിനിമാ സമരം നടന്നു. അങ്ങനെ മാസങ്ങളോളം ഞങ്ങൾ ഒരു യൂണിറ്റ് അവിടെ താമസിച്ചു. അപ്പം ഒരുപാട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കടന്നിട്ടാണ് സിനിമ എടുത്തത്. അപ്പൊ അന്നൊന്നും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ, പിന്നെ ആക്ടേഴ്സ് താമസിച്ചു വരുന്നു, പിന്നെ കൂടുതൽ നേരം പോയപ്പം അതിനകത്തെ മെയിൻ ആക്ടർ എനിക്ക് പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പ്രൊഡ്യൂസർക്കല്ലേ നഷ്ടം, കൂടുതൽ നേരം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ആക്ടേഴ്സിനെ അഭിനയിക്കാൻ വിളിക്കാറില്ല, അത് ഡയറക്ടറാണ് വിളിക്കാറ്. അപ്പൊ പറഞ്ഞാൽ അതെനിക്ക് സാധിക്കുകയില്ല, കാരണം എനിക്ക് എന്റെ നഷ്ടമായിരുന്നു അത് ഇഷ്ടപ്പെടാതിട്ട്. പിന്നെ ഞങ്ങൾ തമ്മിലൊരു സൗന്ദര്യപ്പണക്കമായി. പിന്നീട് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു. പിന്നെ അമേരിക്കയിലെ എന്റെ ഇത്രയും 10 സിനിമകൾ എടുത്തതിൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അമേരിക്കയിലെ ഒരു ക്യാരക്ടർ ആക്ടർ ഒരാളോട്ട് മോശമായിട്ട് പെരുമാറി, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായി പോയി. ആരാണെന്ന സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, അത് ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ അത് അമേരിക്ക വെച്ചായതുകൊണ്ട് അത് വലിയ കേസായി. അപ്പൊ തന്നെ അവർ അറസ്റ്റ് ചെയ്തോണ്ട് അത് നമ്മൾ തമ്മിൽ പറഞ്ഞങ്ങ് തീർക്കുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവം അല്ലാതെ എനിക്കല്ലാതെ ഈ വലിയ സിനിമയും ചെറിയ സിനിമയും എന്നൊരു വ്യത്യാസമൊന്നുമില്ല. കാരണം ചെറിയ സിനിമ ആകുമ്പോൾ ലൊക്കേഷനിലൊക്കെ ചിലപ്പോൾ സൗകര്യങ്ങൾ, അപ്പം സാറിന് ഞങ്ങൾ ചെയ്യാറുള്ളത് ഒരു വീടൊക്കെ പറഞ്ഞു വെക്കും സ്ത്രീകൾക്ക് പോകാനും ഇരിക്കാനും ഒക്കെ. അങ്ങനെയാണ് സാധാരണ ഗ്രാമങ്ങളിലൊക്കെയാണ്. പിന്നെ പട്ടണങ്ങളിലൊക്കെയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും എന്റെ ലൊക്കേഷനിൽ എന്റെ ഷൂട്ടിങ്ങിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം അവർക്കൊരു അസൗകര്യം ഉണ്ടാകുക, അല്ല ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമാണ് എല്ലാവർക്കും സെയിം ഫുഡ്. കാരവനിൽ ഇരിക്കുന്നവർക്കും അവിടെയുള്ള യൂണിയൻ ആർട്ടിസ്റ്റിനും ടെക്നീഷ്യൻസും എല്ലാവർക്കും അത് ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്ത ആരോട് ചോദിച്ചാലും അറിയാം, ഒരിക്കലും അങ്ങനെ ഒരു വ്യത്യാസം, ഒരു തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ ഞാൻ ഒരു ഷൂട്ടിംഗ് സൈറ്റിലും കാണിച്ചിട്ടില്ല. എനിക്ക് 100% ഞാൻ എവിടെയും പറയാം. എന്റെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളിലും ആർക്കും 5 പൈസ കൊടുക്കാതിരുന്നിട്ടില്ല, ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ മലയാള സിനിമ ഈ ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മൾ കടന്നത്. അത് നമുക്കൊരു മലയാള സിനിമ ഇല്ലാതാക്കാനുള്ള ശ്രമിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഇതെങ്ങനെ പരിഹരിക്കാം, ഇതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം. സംഭവിച്ചു. ഇനിയിപ്പോ ചാനലുകാർക്കും ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു വേദിയല്ല. നമ്മളെല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്തിട്ട്, അങ്ങനെ ആരെങ്കിലും പലരുടെയും പേരുകൾ പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. ആ പേര് പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ആരാണ് മൊഴി കൊടുക്കുന്നത്, ആരുടെ പേരിലാണ് മൊഴി കൊടുക്കുന്നത്, അവരൊക്കെ ആരോപിതരാണ്. എന്തുകൊണ്ടാണ് ഈ WCC ഉണ്ടായത്? ബിക്കോസ് ഒരു നടനെ പറ്റി കിഡ്നാപ്പിങ്ങും പ്രശ്നമൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ ഇതുണ്ടായത്. അങ്ങനെ ഉണ്ടായപ്പോ അത് കുറ്റം പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ് WCC വന്നതുകൊണ്ടാണ് ഈ
ഹേമ കമ്മീഷൻ വെച്ചപ്പം WCCയിലുള്ള എല്ലാവരും കൂടെ പോയി മുഖ്യമന്ത്രിയെ കണ്ടപ്പം അദ്ദേഹം അന്വേഷണം പഴയാമെന്ന് പറഞ്ഞ നല്ല കാര്യം. ഇങ്ങനെ എനിക്കൊന്ന് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി അത് ചെയ്തത്. അത് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടം വരെ എത്തിയതും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതും ഇതിനെ പരിഹാരം കാണാൻ നമ്മൾ നോക്കുന്നതല്ല. അതുകൊണ്ടല്ലേ അത് മലയാള സിനിമ നശിപ്പിക്കാനായിരുന്നു. കാരണം ഞാൻ അമ്മയെ പോലെ തന്നെ അമേരിക്കയിലെ സാഗ് എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഹോളിവുഡ് സംഘടനയിലെ അംഗമാണ്. അപ്പൊ അവിടെ ഏറ്റവും പഴയ ഞാൻ അവിടെ മെമ്പറാണ്. അപ്പം അവര് ലൊക്കേഷനൊക്കെ വരുമ്പോ അവര് വലിയൊരു കാര്യമല്ല, എല്ലാവർക്കും സ്ഥലമൊന്നും ഇല്ല, സൗകര്യം കുറവാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യമുള്ള വലിയൊരു കാര്യം. അത് യൂണിയൻ റൂളാണ്. അങ്ങനെ നമ്മളെന്തെങ്കിലും നമ്മുടെ യൂണിയൻ അഗ്രസീവ് ഒരു പുതിയ റൂൾ കൊണ്ടുവരണം. കാരണം എല്ലാവർക്കും ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാൻ ഒരു പെനാൽറ്റി അടിക്കണം. അതുപോലെ ടൈം ഇത്ര സമയം ഇവിടെ 8 മണിക്കൂറിൽ 12 മണിക്കൂറിൽ വർക്ക് ചെയ്താൽ പെനാൽറ്റി അടിക്കും. അത് യൂണിയൻ നല്ല സ്ട്രോങ്. ഇപ്പൊ ഈ അമ്മ എന്ന് പറയുന്നത് ഏത് യൂണിയനാണ്, യൂണിയൻ ഷുഡ് ബി വെരി സ്ട്രോങ്. നമുക്ക് എല്ലാവരും യൂണിയൻ ഉണ്ട്, യൂണിയൻ ഒന്നും ആക്റ്റീവ് അല്ല. അത് ഇപ്പൊ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു അതെ, അങ്ങ് പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലവരായ വ്യക്തികൾ, ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ സെറ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അങ്ങ് അനുവദിക്കില്ല. സമാനമായ കാര്യം ഒരു സംവിധായകനായ ജോഷി ചേട്ടനോട് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ അടുത്ത പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ സെറ്റിൽ സ്ത്രീകളുണ്ടെങ്കിൽ പ്രത്യേക ഒരു ക്യാരവാൻ ഉണ്ടായിരിക്കും, പ്രത്യേക സംവിധാനങ്ങൾ അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ സെറ്റിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള നല്ല വ്യക്തികളുടെ നേതൃത്വത്തിൽ വരുന്ന സിനിമകൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. അത്തരത്തിലുള്ള വ്യക്തികൾ ആദരവർഹിക്കുന്നു. അപ്പോൾ അവരൊന്നും ഒരിക്കലും സംശയ നിഴലിലാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആർക്കൊക്കെ എതിരെയാണ് ഈ ആരോപണം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാവുന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. അവർക്ക് ഈ മേഖലയുമായി അടുത്ത ബന്ധങ്ങളൊന്നുമില്ല, ഈ കേട്ടുകേഴ്വിയല്ലാതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല മൊത്തം പുഴുക്കുത്തു നിറഞ്ഞതാണ്, മൊത്തം വൃത്തികേടാണ് എന്നൊരു ധാരണ അവർക്കുണ്ടാവാൻ പാടില്ല എന്നുകൂടി നമ്മുടെ ചർച്ചയിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് പ്രത്യേക അഭിനന്ദനം. ശ്രീമതി ആശ അച്ചി ജോസഫ്, ഈ പറയുന്നത് പോലെ തന്നെ പല പ്രശ്നങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടത്, ഇപ്പോൾ 2 അഭിപ്രായങ്ങൾ ഇന്ന് വന്നു. ഒന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര പറയുന്നത്, മറ്റൊന്ന് ജുബിന എന്ന് പറയുന്ന ഒരു മലയാളി നടി മറ്റൊരു ചാനലിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ഞാൻ കേട്ടത്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് സ്ത്രീകളിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒരു വിഭാഗം വളരെ തന്ത്രപരമായി അവരുടെ വിമൻഹുഡ് എന്ന് പറയുന്നത് ഒരു പവറായി ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ അവസരം ലഭിക്കാനായിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന കാര്യമാണ് 2 പേരും 2 രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഭാഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ശരിയായ കഴിവും മികവും ശേഷിയുമുള്ള ഒരു വിഭാഗം ഒഴിവാക്കപ്പെടുന്നു, അവരതിന് തയ്യാറാകാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഒരു മാറ്റം ആവശ്യമല്ലേ? അത്തരത്തിലൊക്കെ ഈ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു നിയമം കൊണ്ടൊന്നും മാറ്റാവുന്ന കാര്യമല്ലല്ലോ. അതായത് ആക്ടിങ് എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. WCC അങ്ങനെയുള്ള ഒരു ആക്ടേഴ്സിന്റെ കൂട്ടായ്മ അല്ല, വിമൻ ഇൻ സിനിമയാണ്. അതായത് ടെക്നീഷ്യൻസ്, ബാക്കി സിനിമയില് വരാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എല്ലാ സ്ത്രീകളുടെയും സംഘടനയാണ്. ഒരു തെറ്റിദ്ധാരണയുണ്ട് യഥാർത്ഥത്തിൽ പലപ്പോഴും പലർക്കും ആക്ടേഴ്സിന്റെ സംഘടനയാണെന്ന്. അത് തന്നെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അതായത് സ്ത്രീകളുടെ ഏജൻസിയെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അത് പലയിടത്തും ഉണ്ട്, ഇൻക്ലൂഡിങ് ടെലിവിഷനിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ. സ്ത്രീകളുടെ അധികാരം എവിടം വരെ നിൽക്കുന്നു, ക്രിയേറ്റീവ് പവർ എവിടം വരെ നിൽക്കുന്നു, ഇതൊന്നും കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതായത് സ്ത്രീകളുടെ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ സിനിമ സ്ത്രീകൾക്ക് വഴങ്ങുന്നതല്ല എന്നുള്ള ഒരു ധാരണ കേരളത്തിൽ സിനിമ വ്യവസായം തുടങ്ങിയപ്പോ തൊട്ട് നമുക്കറിയാം. PK റോസി എന്ന് പറയുന്ന സ്ത്രീയെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടുകൊണ്ടാണ് ഇവിടുത്തെ വ്യവസായം തുടങ്ങുന്നത്. ഒരു ദളിതയായിട്ടുള്ള ഒരു സ്ത്രീന് അവരുടെ നമുക്കറിയാം, ആ ചരിത്രം അറിയാം. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സിനിമയിലേക്ക് പ്രവേശിക്കുകയും കുറച്ചു നാൾ അവിടെയൊക്കെ നിന്നിട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നവരാണെന്നുള്ള ഒരു ധാരണയും ഇതിനോടൊപ്പം ഉണ്ട്. സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ടല്ലോ, ഇടയ്ക്ക് ഉള്ള ഒരു ഇടത്താവളം പോലെ സിനിമയെ കാണുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹമോ ആവശ്യമോ ഇല്ല, അവർ വന്നു പോയിക്കോട്ടെ എന്നുള്ള ഒരു ധാരണ ഒരു വശത്തുണ്ട്. അതേപോലെ തന്നെ
ഇതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ വലിയ അധികം ഫിലിം മേക്കേഴ്സ് ഒന്നും ഇല്ലല്ലോ. അതായത് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കടുപ്പമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിത് നമ്പേഴ്സിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അങ്ങനെ അതായത് പിന്നെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ജോലിക്കായി പോകുന്ന സ്ത്രീകളൊന്നും വരുന്ന ഒരു സ്ഥലമല്ല, ഇതൊരു മോശം സ്ഥലമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ. ഇതെല്ലാതും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി ആവണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് WCC പറയുന്നത്. കാരണം മറ്റേതൊരു മേഖലയും പോലെ സ്ത്രീകൾക്ക് ഇവിടെ പണിയെടുക്കാനും ഇവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാനും ഉള്ള അവകാശവും സ്പേസും ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയും എന്താ പറയുന്ന ഒരു പ്രത്യേക തരത്തിൽ ചിലര് അത് ജന്മിത്ത സമ്പ്രദായം എന്നൊക്കെ പറയും, ഫ്യൂഡൽ ആയിട്ടുള്ള ചിന്താഗതി എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അതായത് അത് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ 4 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പഴയതായി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം കൂടെ ചേർന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ശ്രീലേഖ മിത്രയുടെ കാര്യം ഞാനത് പിന്നീട് വരാം. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കാര്യത്തിന് ഒരു പ്രത്യേക ഫോക്കസിലേക്കാണ് പോകുന്നത്. സ്ത്രീകളുടെ തൊഴിലിടം, സിനിമ സ്ത്രീകളുടെ തൊഴിലിടമാകുമ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വളരെ കൃത്യമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടത്? ഒന്ന്. 2, സ്ത്രീകൾക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റി, അവരുടെ സ്പേസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ തൊഴിലിടം എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അത് വളരെ വ്യക്തമായിട്ട് സർക്കാർ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതിൽ സെക്യൂരിറ്റിയാണ് ഏറ്റവും ആദ്യം പറയുന്നത്. പക്ഷെ വളരെ കൃത്യമായിട്ട് 7 or 8 പോയിന്റ്സ് പറയുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ടുള്ള പിന്നെ തൊഴിലിടത്തില് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടോയ്ലറ്റ്സ് മുതലുള്ള ഏറ്റവും ബേസിക് കാര്യങ്ങൾ മുതൽ മുകളിലോട്ട് ഈവൻ സ്ത്രീകൾക്ക് 30% കൂടുതൽ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിനും വ്യവസായത്തിനും ചെയ്യാൻ പറ്റും, അത്രയും വിപുലമായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റ് കൊടുക്കാനാണ് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്മിറ്റിയുടെ ഒരു പെർവ്യൂ എന്ന് പറയുന്നത് ഈ ടേംസ് ഓഫ് റെഫറൻസിൽ നിന്ന് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. അപ്പോ നമ്മൾ ഇപ്പൊ കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ചില പോയിന്റ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏറ്റവും സെൻസേഷണൽ ആയിട്ട് വരുന്നത് സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ചും എങ്ങനെയാണ് അബ്യൂസ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ വന്നിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളും ജസ്റ്റിസ് ഹേമയുടെയും നടി ശാരദയുടെയും ഒക്കെ ചില പ്രസ്താവനകളും മാത്രമാണ് ഇപ്പൊ ഇതിൽ നിന്ന് പൊങ്ങി വരുന്നത്. അതായത് 230 പേജുകളുടെ മുഴുവൻ വാല്യൂ നമുക്കിപ്പോ വായിച്ച് മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ നേരത്തെ ശ്രീലേഖ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇങ്ങനെ രണ്ടായിട്ട് നടികളെ തിരിക്കുന്നതിൽ ഒരു പ്രത്യേക കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലവരും ഇങ്ങനെ ഇമ്മോറലായിട്ട് ചിന്തിക്കുന്നവരും എന്നൊക്കെ പറഞ്ഞിട്ട് 2 തരം ചിന്താഗതികൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വ്യവസ്ഥയുടെ പ്രശ്നം കൂടിയാണ്. കാരണം എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഹേമ കമ്മിറ്റി ഉയർത്തുന്നത്. അതായത് എനിക്കും ഇവിടെ ഒരു അവസരം വേണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? എനിക്കും, അതായത് അത്രയും ഇന്ന് അവര് ആ നടി പറഞ്ഞതിന്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോ എന്താ പറയാ, ഐ റിയലി ലവ് ദ ക്രാഫ്റ്റ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാർക്ക് അവിടെ കയറി പറ്റാനായിട്ടുള്ള ഏത് അവസരവും അവർക്ക് ഉപയോഗിക്കണം എന്ന് തോന്നുന്നതിൽ അത് ഈ ഇൻഡസ്ട്രിയുടെയും കൂടി സ്വഭാവത്തിന്റെ പ്രശ്നമാണ്. ഇതില് അല്ലാതെ വേറെ എന്താ കഴിവ് എന്ന് പറയും നമ്മൾ എങ്ങനെ അളക്കുക?
യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് പലർക്കും സിനിമ ഉണ്ടാക്കാൻ വളരെ നല്ല കഴിവുള്ള സ്ത്രീകളുണ്ട്. അവര് ഇതിന്റെ അടുത്തെങ്ങും എത്തുന്നില്ല. എന്തുകൊണ്ടാ എത്താത്തത്? അത് ഇന്നത്തെ സാഹചര്യത്തിന്റെയും ഇവിടുത്തെ സിസ്റ്റത്തിന്റെയും വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ആ സിസ്റ്റത്തിന്റെ മാനദണ്ഡങ്ങളുടെയും കൂടെ പ്രശ്നമാണ്. അപ്പൊ നമ്മളിങ്ങനെ രണ്ട് തരക്കാരായിട്ടൊക്കെ സ്ത്രീകളെ വെക്കാൻ പറ്റുമോ എന്നുള്ളത്, അത് വെക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിലെ മൊത്തമായിട്ടുള്ള നമ്മള് അതിന്റെ അടിവേരുകൾ, അതിന്റെ അടിയൊഴുക്കുകൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, ഈ അങ്ങനത്തെ ഒരു പറഞ്ഞതുപോലെ തന്നെ തരംതിരിവ് സ്ത്രീകൾക്ക് അത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അഭിനയം എന്നതിലുപരി ഈ പറഞ്ഞതുപോലെ സിനിമയുടെ സർവ്വതോന്മുഖമായ മേഖലകളിലും വളരെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന നിരവധി സ്ത്രീകളുണ്ട്. ഇപ്പോൾ ശ്രീമതി ആശ ചോദിച്ചതുപോലെ തന്നെ ഈ നല്ല കഴിവുള്ളവർ എവിടെ, അവരെന്തുകൊണ്ട് ഒഴിവാക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ഈ പറയുന്ന ഉപരിപ്ലവമായ ചർച്ചകൾക്കപ്പുറമായി എങ്ങനെ ആ ഒരു തൊഴിലിടം, ആ അവസര സമത്വം നൽകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം, അതിനുള്ള പരിഹാരങ്ങൾ ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സിനിമാ മേഖലയിൽ പലപ്പോഴും ഈ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിവാഹശേഷം അഭിനയം തുടരുമോ എന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും ഒരു സ്ത്രീയോട് വിവാഹശേഷം അഭിനയം അല്ലെങ്കിൽ ഡയറക്ഷൻ തുടങ്ങുമോ എന്ന് ചോദ്യം എത്ര ബാലിശമായ ഒരു ചോദ്യമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും സമയപരിമിതിയുണ്ട്, നമുക്ക് മറ്റു അതിഥികളിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. ശ്രീ ടോം ജോർജ് കോലത്ത്, അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. ശ്രീമതി ആശ പറഞ്ഞതുപോലെ സമഗ്രമായ മാറ്റം വേണം. നമ്മൾ പലപ്പോഴും ഉപരിപ്ലവമായി ഏറ്റവും മുകളിലത്തെ ലെയറിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അതിൻ്റെ താഴേക്കുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. നമുക്ക് കഴിവുള്ള മേഖലയിൽ ഓരോ മേഖലയിലെയും ഓരോ ഭാഗത്തും, അത് ക്യാമറയ്ക്ക് മുന്നിലായിക്കോട്ടെ, പിന്നിലായിക്കോട്ടെ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലായിക്കോട്ടെ, ഡിറക്ഷനിലായിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് കഴിവുള്ള സ്ത്രീകൾ കടന്നു വരണം. ഈ പറയുന്ന 30% അല്ല 50% മുകളിലാകുന്നതാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാകേണ്ടത്. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഉപനിഷത്തുക്കൾ പറയുന്നത് പോലെ, whenever a woman is respected, God is pleased. ഈ ഹേമ കമ്മിറ്റി കാരണം നമ്മുടെ ഇൻഡസ്ട്രി ഒരിക്കലും ഷുഡ് നോട്ട് ബി ഹേർട്ട്. കാരണം ഇതിപ്പം ലീഗൽ ബാരലിലൂടെയോ അല്ലെങ്കിൽ മസിൽ പവറിലൂടെയോ തിരുത്താൻ പറ്റുന്നതായ ഒരു പുഴുക്കുത്തല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. മലയാള സിനിമയിൽ വ്യവസായത്തിലെ തെറ്റായ പ്രയോഗങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു റിപ്പോർട്ടായി ഇത് മാറ്റാൻ കഴിയണം. ഇതൊരു വ്യവസായമാണ്, ഇത് ദൃശ്യ മാധ്യമത്തിന്റെ കലയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പലരുടെയും സ്വപ്നമാണ്. പലരും അവരുടെ സകല സമ്പത്തും മുടക്കിയിട്ട്, ആണെന്നല്ല പെൺകുട്ടികളെന്നല്ല, അവര് ഫിലിം മേക്കിങ്ങിന് കാശ് ലോൺ എടുത്തിട്ട് പോലും പഠിച്ചിട്ട് സിനിമയിലേക്ക് കയറണമെന്ന് സ്വപ്നമായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരു ചിന്താ പ്രക്രിയ സൃഷ്ടിക്കുന്നതായ നല്ല നല്ല സംവാദത്തിലൂടെ WCCയും അതുപോലെ തന്നെ അമ്മ, മാക്ട, ഫെഫ്ക തുടങ്ങിയ അസോസിയേഷനും മറ്റും ഒരു ഓപ്പൺ ആയിട്ട് ഈവൻ പൊതുജനങ്ങളുടെ അവയർനെസ്സിലൂടെയും മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വേൾഡ് there is no films, there is no music. ലോകം മൊത്തം ഒരു അരാജകത്വത്തിലേക്ക് പോകും. വീട്ടില് ആൾക്കാർക്ക് ബോറടിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ അല്ലെങ്കിൽ മോഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഇപ്പം ഒരു ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷനായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഫിലിം മേക്കിംഗ് ആണ്. അതൊരു കളക്റ്റീവ് എഫർട്ട് ഓഫ് സോ മെനി പീപ്പിൾ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ബ്രില്യൻ്റ് ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, റൈറ്റേഴ്സ്, എഡിറ്റേഴ്സ്, ക്യാമറ ക്രൂ, പ്രൊഡക്ഷൻ ക്രൂ, മ്യൂസിക് സ്കോറിംഗ്, എല്ലാവരും കൂടെ സമന്വയിപ്പിച്ചിട്ട് ഒരു ഡാർക്ക് റൂമിൽ ഇരുന്നിട്ട് വെളിച്ചം കടത്തി വിട്ടിട്ട് നമ്മളത് കാണുമ്പോൾ that will make us happy, that will make us laugh, that will provoke us. ദേഷ്യപ്പെടും. ഞാൻ അടുത്ത ഒരു ദിവസം ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ കാതൽ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തു. ഒരാഴ്ച പുള്ളിക്കാരി എന്നെ തിരിച്ചു വിളിച്ചില്ല. ഞാൻ ഒന്ന് ചോദിച്ചു, വാട്ട് ഹാപ്പൻ, യു ആർ നോട്ട് കോളിംഗ് മീ. ഞാൻ ആ മൂവി കണ്ട അന്ന് മുതൽ ഞാൻ ബെഡ്റിഡനായി പോയി. കാരണം അത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് നശിപ്പിച്ചു കളയാതെ അത് എത്രയോ ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഓക്കെ, ദിസ് ഇസ് വേഴ്സസ് അമ്മ അഗൈൻസ്റ്റ് WCC എന്ന് കാണുന്നതിനപ്പുറത്തായിട്ട് ഇറ്റ് ഈസ് എ ഫാമിലി, ഫിലിം ഫാമിലി.
പരസ്പരം സംസാരിക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ഡയലോഗ്സിലൂടെ മാത്രമാണ് ഞാൻ കാണുന്നത് അതിനൊരു വലിയൊരു ഒരു അല്ലെങ്കിൽ ഒരു സമന്വയത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്റെ സിനിമ എക്സ്പീരിയൻസിൽ ഐ നെവർ സീൻ സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇപ്പൊ US-ലൊക്കെ ആണെങ്കിലും ഫിലിം മേക്കിംഗിൽ ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് ആർ ആസ് ഈക്വൽ ആസ് എ മെയിൽ ഫിലിം മേക്കർ. സമയം പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ശ്രീ തമ്പി ആന്റണിയിലേക്ക് കൂടെ പോകണം. ശ്രീ തമ്പി ആന്റണി, ഇപ്പോൾ അങ്ങ് സാഗയെ പറ്റി പറഞ്ഞു. ഞാൻ ഈ ഹോളിവുഡിലൊക്കെ അഭിനയത്തിൻ്റെയും ഒക്കെ ഭാഗമായി നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് അഖിൽ സാം വിജയോട് സംസാരിക്കുകയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സംഘടനയെ പറ്റി എന്നോട് പറഞ്ഞു, ആ സംഘടനയിലെ അംഗമാകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ആ വ്യക്തിക്ക് നൽകുന്ന ഒരു സുരക്ഷയുണ്ട്, അത് ബൈ ഡീഫോൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി. ഒന്ന്, ഈ പറയുന്ന പോലെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നോ അല്ലാത്ത അതിലെ ഏറ്റവും നായക അല്ലെങ്കിൽ നായിക കഥാപാത്രം ചെയ്യുന്നവരെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെന്നോ ഒരു വ്യത്യാസവുമില്ല. ഓരോരുത്തർക്കും ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും. ആ അസിസ്റ്റൻ്റ് ആ വ്യക്തികളെ കൃത്യമായി ടേക്ക് കെയർ ചെയ്യും, കൃത്യമായി റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യും. അപ്പോൾ ആ സംഘടനയുടെ ഭാഗമാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വം അത് ഒന്ന് വേറെ തന്നെയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കൃത്യമായി നേരിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അത് അടിസ്ഥാനമാക്കി നമുക്ക് അതിൽ നിന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അത് നമുക്കിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അത് എങ്ങനെയെങ്കിലും ഇത് ബെറ്റർ ആക്കാൻ, ഇപ്പം ടോം ജോർജ് പറഞ്ഞ കണക്ക് ഇതൊരിക്കലും ആശയം പറഞ്ഞത് തന്നെ, ഇതൊരിക്കലും മലയാള സിനിമ ഇത്രയും വലിയ ഇൻഡസ്ട്രിയെ തളർത്താനാകരുത്. ഇതുകൊണ്ട് നമ്മൾ എല്ലാവരും കാര്യങ്ങൾ പഠിച്ചിട്ട് സിനിമ ഇൻഡസ്ട്രിയെ വളർത്താൻ വേണ്ടി വരും. ഇപ്പൊ അവിടെയൊക്കെയാണ്, ഇപ്പൊ അമേരിക്കയിലല്ല എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്തെല്ലാം സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായ നിയമ നടപടികൾ, അതിനല്ലേ നമ്മൾ ഇപ്പൊ അമ്മ എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ, അല്ലെ ഉപദ്രവിക്കാനുള്ളതല്ലേ. അപ്പൊ ഈ ഇങ്ങനെ പേഴ്സണൽ വൈരാഗ്യം കൊണ്ട് എനിക്ക് പല സിനിമകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പൊ അമേരിക്ക തന്നെ എടുത്ത 2 കൺട്രീസിൽ എന്നെ കാസ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആരോ പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്നെ കാസ്റ്റ് ചെയ്തിട്ടാണ്. ലാസ്റ്റ് മിനിറ്റിൽ അവർ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. അതുപോലെ നാട്ടിലും ഇത് ഇങ്ങനെ ഉണ്ടാകാൻ കാര്യം പേഴ്സണൽ ഗ്രഡ്ജ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും വരുമ്പോഴാണ് ഇവർ ഈ പേഴ്സണലായിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ എടുക്കാതെ എല്ലാവരുടെ ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകേണ്ട ഒരു സംഘടനയാണ് ഇത്. ഇതൊരു നല്ല കാര്യമാണ് ഇങ്ങനെ ഉണ്ടായത്. ഇങ്ങനെ നമ്മൾ ഈ ഗവൺമെന്റ് ഇത് ചെയ്തത്, അത് അറിഞ്ഞോ അറിയാതെയാണെങ്കിലും നമ്മുടെ ഗവൺമെന്റ് ഇത് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇതൊരു അവയർനെസ് ഉണ്ടാക്കി എല്ലാവർക്കും, സിനിമ ആക്ടേഴ്സിന് മാത്രമല്ല എല്ലാ സംഘടനകൾക്കും ഇതൊരു ഭയങ്കര. ഇപ്പൊ ബ്ലസ്സിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു തന്മാത്ര, അത് വന്നപ്പോൾ അൽസൈമേഴ്സ് എന്ന് നമ്മൾ അതിൻ്റെ ഒരു അവയർനെസ് എന്ന് പറഞ്ഞ പോലെ ഇതൊരു വലിയ അവയർനെസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഉണ്ടാക്കിയ അവയർനെസ്സിൽ നമ്മൾ എങ്ങനെ മുക്തി നേടാം, എങ്ങനെ ചിന്തിക്കുന്നത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സംഘടനകളും നമ്മളെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാവുന്നതാണ്, അല്ലാതെ ഉപദ്രവിക്കാതെ. ഇപ്പൊ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു പ്രതലമുണ്ട് ചുറ്റിനും. അതായത് അവർക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമ്മൾ കൈ ചൂണ്ടിയാൽ പോലും അത് നിയമവിരുദ്ധമാണ്. നമുക്ക് ചുറ്റും ഒരു പ്രതലം, ആ പ്രതലത്തിന് അകത്തേക്ക് നമ്മൾ കിടക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പൊ തൊടുന്നത് രണ്ടാമത്തെ തെറ്റ്. അങ്ങനെ ഇത് രണ്ടും തെറ്റാണ്. ഒരിക്കലും അങ്ങനെ അനുവാദമില്ലാതെ ഒരാളുടെ കയ്യിൽ തൊടുകയോ ദേഹം തൊടുകയോ ചെയ്യാൻ പാടില്ല, ആണാണെങ്കിലും പെണ്ണാണ്. അത് നമ്മൾ അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കും. അല്ലാതെ ആ പെണ്ണായതെന്ന് സ്ഥാനം പറയാം എന്നുള്ള, അവരും നമ്മളെ പോലെ തന്നെയാണ്, ആണ്. അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. അവർ ജോലി ചെയ്യാൻ, അല്ലാതെ നമ്മളോട് സല്ലപിക്കാൻ വന്നേക്കുന്നില്ല. അത് നമ്മൾ അമ്മയാണെങ്കിലും ഏത് യൂണിയനിലും മനസ്സിലാക്കണം. എന്നാലേ ഇത് ഇൻഡസ്ട്രി നന്നായിട്ട് പോകുള്ളൂ. ഒരു നന്നായിട്ട് വരട്ടെ, അതിനുവേണ്ടി ഇത് നല്ല പാഠമാകട്ടെ. എന്തായാലും ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് അനുസരിച്ച് ഓക്കെ, നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ 3 പാനലിസ്റ്റുകളും പറഞ്ഞതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിന് ഒരു അനുഗ്രഹമാണ്. കേരളത്തിന് മാത്രമല്ല, ഇത് മറ്റ് സിനിമാ വ്യവസായങ്ങൾക്കും തീർച്ചയായിട്ടും അതൊരു മാതൃകയായി മാറും. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ തന്നെ പരസ്പരം ഇനി കുറ്റാരോപണങ്ങൾ നടത്തുന്നതിലുപരിയായി ഈ പറയുന്ന പ്രശ്നങ്ങൾ മുകൾ തട്ട് മുതൽ അടിത്തട്ട് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും സമഗ്രമായ ഒരു പരിഹാരം കാണുക. ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും പ്രവർത്തിക്കാനാകുന്ന എല്ലാ ക്രിയാത്മക മേഖലകളിലും സ്ത്രീകൾ കഴിവോടെ കടന്നു വരുന്ന ഒരു മേഖലയായി മലയാള സിനിമ മാറാനിടയാകട്ടെ. ആ പ്രതീക്ഷയോടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.